വെൽക്കം ടു ഓൾ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ പറ്റിയും അതുപോലെ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതും ഒക്കെ പഠിച്ചു. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ പേജ് നമ്പർ 10 ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്തത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പേഴ്സ് എൻഡ്സ് വിത്ത്. ഏതൊക്കെ നമ്പറിൽ എൻഡ് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി? സോ സ്ക്വയർ നമ്പേഴ്സ് എൻഡ്സ് വിത്ത് 1, 4, 5, 6, 9 ആൻഡ് ഈവൻ നമ്പർ ഓഫ് സീറോസ് അല്ലേ? ഇത് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഈവൻ നമ്പർ ഓഫ് സീറോസ്, അതായത് 1, 4, 5, 6, 9 അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് സീറോസിലോ ആയിരിക്കും സ്ക്വയർ നമ്പേഴ്സ് എപ്പോഴും എൻഡ് ചെയ്യുന്നത്. ഇനി അതല്ല എങ്കിൽ 2, 3, 7, 8 ഈ 4 നമ്പേഴ്സിൽ സ്ക്വയർ നമ്പേഴ്സ് ഒരിക്കലും എൻഡ് ചെയ്യില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 നമ്പറിൽ എൻഡ് ചെയ്താൽ അതെന്തല്ല? അതൊരു സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ നമ്പർ എന്താണ്? 2032 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ് അല്ലേ? 2 വന്നാൽ സ്ക്വയർ നമ്പർ ആകുമോ? ഇല്ല അല്ലേ? 2378 വന്നാൽ അത് സ്ക്വയർ നമ്പർ ആകില്ല. അപ്പോൾ എന്തല്ല? ഫസ്റ്റ് നമ്പർ ഒരു സ്ക്വയർ നമ്പർ അല്ല. സെക്കൻഡ് നമ്പറോ? ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പോൾ നമുക്ക് പറയാം എന്തല്ല? അത് 2378 ആണ്. സോ 8 ഉണ്ട്, ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. തേർഡ് നമ്പർ എൻഡ് ചെയ്യുന്നത് 7 അതുകൊണ്ട് 7ഉം എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ, 1089 ആണ്. ദ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പോൾ 9 ആണ് എങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് സാധാരണ ഏതൊക്കെയാണ്? 1, 4, 5, 6, 9 അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് സീറോസിലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് കരുതി എല്ലാ നമ്പേഴ്സും ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ അതിനൊരു ചാൻസ് ഉണ്ട് അല്ലേ? 1089 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അപ്പോൾ ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, സോ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 363 കിട്ടും. എഗെയിൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 121 കിട്ടുന്നു. വീണ്ടും നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 11s are 121. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് പെയേഴ്സ് ആയിട്ട് എഴുതാൻ സാധിക്കും അല്ലേ? 1089ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 × 3 × 11 × 11 എന്നാണ്. അതായത് പെയർ ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്നാണ് അല്ലേ? ഇപ്പോൾ ഏത് നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 3 × ഒരു പെയറിൽ നിന്ന് 1, സെക്കൻഡ് പെയറിൽ നിന്ന് 11 സ്ക്വയർ, അതായത് 33യുടെ സ്ക്വയർ ആണ് 1089. സോ 1089 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതൊക്കെയാണ്? 2032, 2048 ആൻഡ് 1027 ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് വൺ എമംഗ് 64 സ്ക്വയർ, 108 സ്ക്വയർ, 292 സ്ക്വയർ, 36 സ്ക്വയർ ഹാസ് ലാസ്റ്റ് ഡിജിറ്റ് 4? ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സ്ക്വയറിലാണ് ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മൾ സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ച കാര്യം എന്താണ്? 0 ആണ് നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 0 അല്ലേ? 2 or 8 ആണ് എങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 4 1 or 9 ആണ് എങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 1 3 or 7 ആണ് എങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 9 4 or 6 ആണ് എങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 6 5 എങ്കിൽ 5 തന്നെയായിരിക്കും സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 64 സ്ക്വയർ ആണ്. നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ് അല്ലേ? അപ്പോൾ സ്ക്വയറിൽ എന്ത് വരും? സ്ക്വയറിൽ 6 ആയിരിക്കും വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 64 സ്ക്വയറിൽ വരുന്നത് യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ നമ്പർ ഏതാണ്? 108 സ്ക്വയർ. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. സോ 2ഓ 8ഓ വന്നു കഴിഞ്ഞാൽ സ്ക്വയറിൽ എന്തായിരിക്കും വരിക? സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ നമ്പർ 292 ആണ്.
292 സ്ക്വയർ. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. 2 ആണ് യൂണിറ്റ് ഡിജിറ്റിലെങ്കിൽ സ്ക്വയറിൽ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 4 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് നമ്പർ 36 സ്ക്വയർ. 36 സ്ക്വയർ ആണ്. ഇവിടുത്തെ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. സോ സ്ക്വയർ നമ്പറിൽ ഏതാ വരിക? 4ഓ 6ഓ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റിൽ 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസേഴ്സ് ഏതൊക്കെയാണ്? 108ഉം 292ൻ്റെ സ്ക്വയറും എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് 4 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ സ്ക്വയേഴ്സ് എൻഡ് ചെയ്യുന്നത് 4ലായിരിക്കും. ഇതിൻ്റെ ആൻസേഴ്സ് 108 ആൻഡ് 292 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഗിവൺ 125 സ്ക്വയർ ഇസ് ഈക്വൽ ടു 15625. ഓക്കെ, 50,625. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 126 സ്ക്വയർ? ഓക്കെ, അപ്പോൾ 125ൻ്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. 126ൻ്റെ സ്ക്വയർ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ഇതേപോലത്തെ പ്രോബ്ലം ഞാൻ എക്സാമ്പിളിൽ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 125 സ്ക്വയർ എന്ന് പറയുന്നത് 15625 ആണ്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 126 സ്ക്വയർ കണ്ടുപിടിക്കണം. ഇങ്ങനെ പ്രോബ്ലം നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? nth ഓഡ് നമ്പർ കണ്ടുപിടിച്ചു അല്ലേ? സോ nth ഓഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? nth ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2n-1 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 126th ഓഡ് നമ്പർ. 126th ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ് വരിക? 2 × 126 - 1. സോ അതായത് 251 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 125 സ്ക്വയർ പ്ലസ് 126th ഓഡ് നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 126 സ്ക്വയർ കിട്ടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 125 സ്ക്വയർ എന്താണ്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 15625 പ്ലസ് 126th ഓഡ് നമ്പർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 251. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 126 സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ട് 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് വരുന്നതെന്ന്. സോ അപ്പോൾ ഇതിലേതാണ് വരിക? സോ നമ്മുടെ ആൻസർ ഏതാണ്? 15625 പ്ലസ് 521. സോ ആൻസർ ഈസ് ദിസ് വൺ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണിത് സോൾവ് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 441 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, സോ സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 441. ഏരിയ എന്ന് പറയുന്നത് 441 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് സൈഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എഴുതാം സൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഏരിയയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. സോ ഓർത്ത് വയ്ക്കാം. ഓക്കെ, നിങ്ങളോട് ഒരു സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സൈഡ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? നമുക്ക് 441 ആണ് ഏരിയ. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സോ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 441 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് അറിയോ? സോ നമ്മൾ സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ്? നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്പർ 3. സോ 441 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് വരിക? 147. Again with 3 49 കിട്ടും. ദെൻ വീണ്ടും 7 7s are 49 7 1. അപ്പോൾ നമുക്ക് 441 എന്ന് പറയുന്നത് 3 × 3 × 7 × 7 ആണ്. അതായത് 3 പെയർ ചെയ്യുക 3 × 7 സ്ക്വയർ. സോ ദാറ്റ് ഈസ് 21 സ്ക്വയർ ആണ് 441. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ്
441 അല്ലേ. therefore സ്ക്വയർ റൂട്ട് ഓഫ് 441 is equal to 21 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? 21 മീറ്റർ ആണ് ഈ സ്ക്വയറിൻ്റെ സൈഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th one. Find the smallest square number that is divisible by each of the following numbers 4, 9 and 10. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ, ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ഇങ്ങനത്തെ സ്ക്വയർ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4, 9 and 10. 4 കൊണ്ടും 9 കൊണ്ടും 10 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ സ്മോൾ നമ്പർ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അതിനായിട്ട് നമുക്ക് എഴുതാം സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ divisible by 4, 9 and 10 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? LCM ഓഫ് 4, 9, 10. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ. സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ എന്ന് എഴുതണ്ട, സ്മോളസ്റ്റ് നമ്പർ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 4, 9 and 10 എന്ന് പറയുന്നത് ഏതാണ്? ഈ നമ്പറിൻ്റെ LCM ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് LCM എന്ന് എടുത്ത് നോക്കാം. 4, 9, 10ൻ്റെ LCM 4, 9, 10. 4, 9, 10ൻ്റെ LCM 2, 9, 5. Again 2, 1, 9, 5. Again 3, 1, 3, 5. Again 3, 1, 1, 5. Again 5, 1, 1, 1. ഓക്കെ. സോ അപ്പോൾ LCM എത്രയാണ് നമുക്ക് കിട്ടുക? LCM ഓഫ് 4, 9, 10 എന്ന് പറയുന്നത് 2 × 2 × 3 × 3 × 5 ആണ്. ഓക്കെ. അതായത് ടോട്ടൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 180 എന്ന ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 4, 9, 10 എന്ന് പറയുന്നത് ഏതാണ്? 180 ആണ്. അപ്പോൾ 180നെ നമുക്ക് 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം, അതുപോലെ 10 കൊണ്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഈ 180 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 180യുടെ പ്രൈം ഫാക്ടേഴ്സ് സെയിം ആസ് ദിസ് അല്ലേ. ഇതാണ് 180യുടെ പ്രൈം ഫാക്ടേഴ്സ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് പെയറായിട്ടാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ. ഫസ്റ്റ് പെയർ ഉണ്ട്, സെക്കൻഡ് പെയർ ഉണ്ട്, ബട്ട് 3, 5ന് എന്തില്ല? ഒരു പെയർ ഇല്ല. ഓക്കെ. ഇവിടെ ഒരു പെയർ മിസ്സിംഗ് ആണ്. അപ്പോൾ 5ന് പെയർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് കൺഫേം ആയിട്ട് പറയാം 180 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ദ പെർഫെക്റ്റ് സ്ക്വയർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ ഏതാണ്? ബൈ 4, 9 and 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ഓക്കെ. 180നെ എന്താക്കണം? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. 180നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് പെയർ ചെയ്താൽ പോരെ. സോ 5ന് ഒരു പെയർ മിസ്സിംഗ് ആണ്. ആ പെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 180നെ നമ്മൾ എന്താ ചെയ്യുന്നത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 180നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. പ്രൈം ഫാക്ടേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 180യുടെ പ്രൈം ഫാക്ടേഴ്സ് 2 × 2 × 3 × 3 × 5 ആണ്. ഓക്കെ. സോ 180യുടെ പ്രൈം ഫാക്ടേഴ്സ് ഞാൻ ഓൾറെഡി എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതേ ഇത് ഞാനിവിടെ റൈറ്റ് ഹാൻഡിലും ചെയ്യുന്നു. ഓക്കെ. അത് ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ഫാക്ടർ എഴുതി എഗെയിൻ ഞാനൊരു 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പം എന്നിട്ട് നമ്മൾ പെയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഇത് പെയർഡ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് പെയർ ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 180 × 5 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ് അല്ലേ.
സോ 180 ഇൻറ്റു 5 എന്ന് പറയുന്നത് 900 ആണ്. അപ്പം 900 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് ഏത് വരും? ഫസ്റ്റ് പെയറിൽ നിന്നൊരു 2, സെക്കൻഡ് പെയറിൽ നിന്നൊരു 3, തേർഡ് പെയറിൽ നിന്നൊരു 5 സ്ക്വയർ, അതായത് 30 സ്ക്വയർ എന്ന് വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 900 എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4, 9 and 10. 4, 9, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ആയിരുന്നു. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് നമ്പർ 180 ആണ്. പക്ഷേ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് 900 ആണ്. ഓക്കെ, therefore the smallest square number is equal to 900 എന്ന് എഴുതുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവിടെ എന്താണ്? റീഡ് ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 9408 മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് സോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 9408 മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ്. ഏതൊരു സ്മോൾ നമ്പർ, ആ സ്മോൾ നമ്പറിനെ 9408 ആ സ്മോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ 9408 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? 9408 ഏത് ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുന്നത്? ഓക്കെ, അപ്പോൾ ഇനി അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിരിക്കുന്നതിൽ 9408 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്താകുന്നു? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നു. ആ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4704. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2352. അഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1176. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 588. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 294. ഇനി നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 147. വീണ്ടും ഓക്കെ, സോറി, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 294 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 147 കിട്ടുന്നു. അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 49. വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 7 49 71. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 9408. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര 6 ഉണ്ട്? 1 എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 ടൈംസ് അല്ലേ? 2 3 4 5 6 ടൈംസ്. ഓക്കെ, റൈറ്റ്. ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7. നമുക്ക് പെയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പെയർ, സെക്കൻഡ് പെയർ, തേർഡ് പെയർ, ദെൻ 3ക്ക് ഇവിടെ പെയർ ഇല്ല. ഇനിയുള്ളത് ഏതാണ്? 7ന് പെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? 3 എന്ന് പറയുന്ന നമ്പറിന് പെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 9408 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3നെ പെയർ ചെയ്താൽ മതി അല്ലേ? 3നെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനെ 9408 നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്താവും? നമുക്ക് ഫാക്ടേഴ്സ് അഗെയിൻ ഒന്ന് എഴുതി നോക്കാം. 9408 ഫാക്ടേഴ്സ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7 ആണ് 9408 ഫാക്ടേഴ്സ്. അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 3 കൂടി മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ആ 3 കൂടി ഇവിടെ എഴുതാം. ഇനി നോക്കിക്കേ, ഇതൊരു പെയറായി, ഇതൊരു പെയറായി, ഇതൊരു പെയറായി, 7 ഒരു പെയറായി, ഇവിടെ 2 3 ഉണ്ട്, അതൊരു പെയറായി. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9408 ഇൻറ്റു 3 എത്രയാണ് നമുക്ക് നോക്കാം. 9408 ഇൻറ്റു 3 എത്രയാണ്?
സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 28224 ആണ്. അപ്പോൾ 28224 അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പെയറിൽ നിന്നൊരു 2, സെക്കൻഡ് പെയറിൽ നിന്നൊരു 2, തേർഡ് പെയറിൽ നിന്നൊരു 2, ദെൻ ഫോർത്ത് പെയറിൽ നിന്നൊരു 3, അടുത്തതൊരു 7, ദ ഹോൾ സ്ക്വയർ. സോ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 168 സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 28224 എത്രയാണ്? 168 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? 1408 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ആ സ്ക്വയറിന് ആ നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയത്? അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ആ നമ്പർ എന്തായത്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറിയത്. ഇനി ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരുന്നു? 168 ആണെന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ ലാസ്റ്റ് അവസാനം നമുക്ക് എഴുതാം. Therefore, the smallest number to be multiplied. ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ഏതാണ്? 3 ആണ് അല്ലേ? ഓക്കെ, സ്മോളസ്റ്റ് നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് എന്ന് പറയുന്നത് 3 ആണ്. ദെൻ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ is equal to 28224. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. Therefore, സ്ക്വയർ റൂട്ട് ഓഫ് 28224 എന്ന് പറയുന്നത് 168 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസർ എഴുതിയിട്ട് ഫൈനൽ ഇങ്ങനെ എഴുതുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഏത് നമ്പറാണോ മിസ്സിങ് എന്ന് നോക്കുക. ഏത് നമ്പറാണോ പെയർ ഇല്ലാതെ ഇരിക്കുന്നത് ആ നമ്പർ കൊണ്ടാണ് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക? ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് പ്രോബ്ലം. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ്? 16 and 17. 16 സ്ക്വയറിൻ്റെയും 17 സ്ക്വയറിൻ്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഓക്കെ, ഇതും നമ്മൾ പ്രോപ്പർട്ടീസിൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ്? n സ്ക്വയറിൻ്റെയും n+1 സ്ക്വയറിനും ഇടയിൽ 2n നമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16 സ്ക്വയറിനും 17 സ്ക്വയറിനും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 2n നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 2 × 16, സോ 32 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കാം? 99 സ്ക്വയറിനും 100 സ്ക്വയറിനും ഇടയിൽ എത്ര സ്ക്വയർ നമ്പർ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതും എന്താണ്? 2n നമ്പേഴ്സ് തന്നെയാണ്. സോ 2 × 99, സോ ദിസ് ഈസ് ഈക്വൽ ടു 198 നമ്പേഴ്സ്. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? ഒരു n സ്ക്വയറിൻ്റെയും n+1 സ്ക്വയറിൻ്റെയും ഇടയിൽ 2n നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം 2n നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫോളോവിങ് പാറ്റേൺ ഫില്ലിംഗ് ദ മിസ്സിംഗ് നമ്പർ. ഇവിടെ ഈ പാറ്റേണിൽ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ പാറ്റേണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. 1 സ്ക്വയർ + 2 സ്ക്വയർ + 2 സ്ക്വയർ = 3 സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 സ്ക്വയർ + 3 സ്ക്വയർ + 6 സ്ക്വയർ = 7 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് രണ്ട് പാറ്റേൺ നോക്കുക, നമുക്കതിന് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നോക്കിക്കേ, 1 സ്ക്വയറും 2 സ്ക്വയറും ആണ്. നെക്സ്റ്റ് തേർഡ് നമ്പർ ഈസ് 2 സ്ക്വയർ ആണ് അല്ലേ? രണ്ടാമത്തെ നമ്പർ നോക്കുകയാണെങ്കിൽ 2 സ്ക്വയറും 3 സ്ക്വയറും ചെയ്ത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് 6 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 1 × 2 ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ നമ്പറാണ്. സോ 1 × 2 ചെയ്തപ്പോൾ കിട്ടിയ നമ്പറാണ് 2 അല്ലേ? അതേപോലെ 2 × 3 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പറാണ് 6. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് മൂന്നാമത്തെ നമ്പർ എഴുതിയിരിക്കുന്നത്.
കറക്റ്റ് അല്ലേ? അതുപോലെ 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 12 കിട്ടുന്നു. 5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 20 കിട്ടുന്നു. 9ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഏത് നമ്പറാണ് കിട്ടുക? 90 ആണ് വരേണ്ടത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കാം. 2 സ്ക്വയർ 3 സ്ക്വയർ 6 സ്ക്വയർ 7 സ്ക്വയർ 12 സ്ക്വയർ 13 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 20 സ്ക്വയർ കഴിയുമ്പോൾ ഇവിടെ ഏത് നമ്പർ വരണം? 21 സ്ക്വയർ വരണം. കറക്റ്റ് അല്ലേ? ഇവിടെ 90 സ്ക്വയർ ആണെങ്കിൽ 91 സ്ക്വയർ വരണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഹൗ മെനി ടൈനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ ഫോളോവിങ് പിക്ചർ? തന്നിരിക്കുന്ന പിക്ചറിൽ എത്ര ടൈനി സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്നത് എന്താണ്? ഫസ്റ്റ് സ്ക്വയർ, അതായത് ഇതൊരു ബിഗ് സ്ക്വയർ അല്ലേ, ഈ ഒരു ബിഗ് സ്ക്വയർ കൺസിഡർ ചെയ്യുക. അതിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 1, ഈ റോയിൽ 5 സ്ക്വയേഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും 5 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 5 × 5, അതായത് 25 സ്മോൾ സ്ക്വയേഴ്സ് ഈ ചെറിയ ക്യൂബിൽ പ്രസൻ്റ് ആണ്. ചെറിയ സ്ക്വയറിൽ പ്രസൻ്റ് ആണ്. ക്ലിയർ അല്ലേ? 25 സ്മോൾ സ്ക്വയേഴ്സ് ഇവിടെ പ്രസൻ്റ് ആണ്. ഇനി അതുപോലത്തെ എത്ര സ്ക്വയേഴ്സ് ഇവിടെ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, സോ ഇവിടെ 9 ആണ്. ദെൻ കൗണ്ട് ഡൗൺ ചെയ്യുകയാണെങ്കിലും 2, 3, 4, 5, 6, 7, 8, 9. സോ ടോട്ടൽ എത്ര ഉണ്ട്? 9 × 9 അല്ലേ, അതായത് 81 ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട്. 81 ബിഗ് സ്ക്വയേഴ്സും ഓരോ ബിഗ് സ്ക്വയറിൽ 25 സ്മോൾ സ്ക്വയേഴ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എത്ര പറയാം? ഇവിടെ നമുക്ക് 81 ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട്, അതിൽ ഓരോ സ്ക്വയറിലും 25 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 81 × 25, അതായത് 2025 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ 2025ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക? സോ പ്രൈം ഫാക്ടറൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 675, again 3, 225, again 3, 75, again 3, 25, again 5, 5, 5, 1. ഓക്കെ, ഇപ്പോൾ 2025ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 × 3 × 3 × 3 × 5 × 5 ആണ്. ഓക്കെ, സോ ഇതാണ് പ്രൈം ഫാക്ടേഴ്സ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ക്യൂബിക് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.